മെയ് 3-ന് നടന്ന നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ ഒരു പ്രതിഷേധ സമരത്തിലേക്ക് SFIയെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അതായത് നീറ്റ് പരീക്ഷയുടെ ഇത്രയും സുരക്ഷിതത്തിൽ നടക്കുന്ന നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ എങ്ങനെ ചോർന്നു, ഇതിന് കാരണക്കാർ ആര്? ഇത് ഈ ഒരു ചോദ്യം ഉള്ളപ്പോൾ തന്നെ അത് റദ്ദ് ചെയ്തിരിക്കുകയാണ്, പരീക്ഷ റദ്ദ് ചെയ്തിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഇതുകൊണ്ട് കഷ്ടപ്പെട്ടത്. കാരണം ഒരു വർഷത്തിൽ മേലെയായി ഇത് പഠിച്ചെടുക്കുന്നതിന് വേണ്ടി കുട്ടികൾ നഷ്ടപ്പെടുത്തിയ സമയം, കുട്ടികളുടെ സ്വപ്നങ്ങൾ, കുട്ടികളുടെ ഭാവി, രക്ഷിതാക്കളുടെ ആദികൾ, ഇതിനൊക്കെ ആരാണ് ഉത്തരം പറയുന്നത്? നോക്കൂ, ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വത്തിലാണ് നീറ്റ് പരീക്ഷ നടക്കുന്നതെന്നുള്ള കാര്യം ഒരിക്കലും വിസ്മരിക്കരുത്. സ്വാഭാവികമായും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ഈ പരീക്ഷയ്ക്ക് എന്തുകൊണ്ടാണ് ഇതുപോലുള്ള അരാജകത്വം ഉണ്ടാകുന്നത്? ഇത് തീർച്ചയായും അറിയേണ്ടത് തന്നെയാണ്. ഈ ഒരു വിഷയം CBI അന്വേഷണം ഏറ്റെടുത്തിട്ടുണ്ടെന്ന് അറിയുന്നു. എന്തായാലും വിദ്യാർത്ഥി സംഘടനയായ SFI കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ അതിശക്തമായ പ്രതിഷേധ സമരം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. മാറ്റിവെച്ചതിൽ പ്രതിഷേധിച്ച് കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ SFI പ്രവർത്തകർ പ്രതിഷേധിച്ചു. SFI സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സയ്യിദ് മുഹമ്മദ് സാദിഖ് ഉദ്ഘാടനം ചെയ്തു. നീറ്റ് പരീക്ഷ അട്ടിമറിച്ചെന്നാരോപിച്ച് SFI കണ്ണൂരിൽ നടത്തിയ മാർച്ചിൽ പ്രതിഷേധമിരമ്പി. കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് അകത്ത് കയറി. വൻ പോലീസ് സന്നാഹത്തെ മറികടന്നാണ് പ്രവർത്തകർ ഓഫീസ് കോമ്പൗണ്ടിനകത്തേക്ക് ഇരച്ചു കയറിയത്. പ്രവർത്തകർ ഓഫീസിന് മുൻവശം മുദ്രാവാക്യം മുഴക്കി പ്രതിഷേധിച്ചു. ജില്ലാ പ്രസിഡന്റ് TP ആദർശ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ജോയൽ തോമസ് സ്വാഗതം പറഞ്ഞു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം TP അഖില, KK ഗിരീഷ്, KT അലിഷ, വൈഷ്ണവ് ബാലൻ, അശ്വന്ത് മട്ടന്നൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി.